വിടപ്പച്ച അതല്ല അപ്പച്ച വിട്ട് ഞാൻ പറയാം. കൊല്ലും ഞാൻ ഇവനെ. എന്റെ അപ്പച്ച 89ാമത്തെ വയസ്സ് മരിച്ചില്ലെന്ന് അറിയുമ്പോ സന്തോഷിക്കുമല്ലോ വേണ്ടേ? എടാ ഞാൻ എങ്ങനെ സന്തോഷിക്കും? ഇവൻ 89ാമത്തെ വയസ്സ് ഞാൻ മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിള്ളേർക്ക് എന്റെ സ്വത്തുവകളെല്ലാം ദാനം ചെയ്തു, ഇഷ്ടദാനം എഴുതി കൊടുത്തു. എനിക്കൊന്നുമില്ല. അപ്പൊ പിള്ളേർ ഞാൻ മരിക്കാത്തപ്പോ എന്നോട് മുടിഞ്ഞ ദേഷ്യം. വാക്ക് പറഞ്ഞാൽ പാലിക്കണം, ആണുങ്ങളായ വാക്ക് പാലിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടേക്കോ. ഇനി മരിക്കാതെ എനിക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റത്തില്ല. എനിക്ക് ഇനി കിടപ്പാടമില്ല. ഞാൻ കടത്തുന്നതിലൊക്കെയാ കിടക്കുന്നത്. ഈ പുള്ളി ഒറ്റ എടുത്ത കാരണമല്ലോ ഞാൻ ഇത് അനുഭവിച്ചത്. ജാതകം തെറ്റാണെങ്കിലേ ഞാൻ നോക്കട്ടെ. ഇയാൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയെന്ന്. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി തന്നെയെന്ന് വേണ്ട നോക്കൂ. മേരി കുളിച്ചിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് പ്രകാശം ജനലീക്കട 5ാമത്തെ പേജ് പടമുണ്ട്. ഇടുപ്പ് മാറിപ്പോയത് കൊണ്ട് നടക്കുന്നത്. ഇതേ ഞാൻ കടത്തുന്നേലേ വിരിച്ച് കിടക്കാനാ. അത് വായിച്ചിട്ട് സൂചിച്ച് കിടക്കാനാണോ? ഇവിടെ ഉണ്ട്. അന്നത്തെ ഇലക്കത്തിൽ ഞാൻ എഴുതി വെച്ചപ്പോ വായിക്കാനും അറിയത്തില്ല. ചുലിയില്ലാന്ന് എഴുതി വെച്ചേക്കുവാ. എന്താണ് നാളെ? ക്രിക്കറ്റാ. അപ്പൊ ബോളിന്റെ പ്രശ്നമായിരിക്കും. എന്തുവാ ക്രിക്കറ്റാന്ന് പറഞ്ഞേ? ക്രിക്കറ്റ് അല്ല, ഇത് ക്രിക്കറ്റാ. ക്രിക്കറ്റാ. ഞാൻ അങ്ങനെ കേട്ടെ. മീനം രാശിയിലാ ജനിക്കുന്നത്. ഞാനെന്തോ ആറ്റുവാളയുടെ കുഞ്ഞോ? അതെന്തോ മീനച്ചിലാറ്റിലാ ജനിച്ചെന്ന് പറഞ്ഞു. മീനച്ചിലാറ്റിലെന്നല്ല പറഞ്ഞേ, മീനം രാശിയിലാണ് നിങ്ങൾ ജനിക്കുന്നതെന്നാ പറഞ്ഞത്. ചിലപ്പോ അങ്ങനെ പിന്നെ 36ാമത്തെ വയസ്സ് കഴിഞ്ഞ് ഇയാൾക്കൊരു സംഭവം ഉണ്ടായി. എന്തുവായിരുന്നു? 37ാമത്തെ വയസ്സ് തുടങ്ങി. കറക്റ്റ് ആയിരുന്നു. ഭയങ്കര ഹാപ്പി ബർത്ത്ഡേ ഫ്ലം കേക്ക് ഒക്കെ മുറിച്ചായിരുന്നു. ഞങ്ങൾ മോത്തൊക്കെ വാരിത്തേച്ചെന്റെ അത് വടക്കാഞ്ഞ് പോകുന്നതാണ് ഇത് കാണുന്നത്. ഇത് താടിയാണ്. പിന്നെ അത് കഴിഞ്ഞൊരു 38 വയസ്സ് കഴിയുമ്പോഴത്തേന് കുഞ്ചൻ കൂടുമായിരുന്നു. കുഞ്ചൻ പപ്പുവ മളയോ വല്ലോ ആയിരുന്നു. കുഞ്ചനല്ല കുജൻ. കുജൻ കൂട്ടിട്ട് 46ാമത്തെ വയസ്സിൽ ഏകദേശം 46ാമത്തെ വയസ്സിലൊക്കെ ആയപ്പോഴത്തേന് രാജയോഗമായിരുന്നു. അത് കറക്റ്റ് ആക്കും കേട്ടോ. കാരണം ഈ 46ാമത്തെ വയസ്സ് ഞാൻ എവിടാന്നറിയാമോ? ബോംബെ. ഇപ്പോഴത്തെ മുംബൈ. കുഞ്ഞനെ കാട്ടി രാജ്യത്തിന്റെ സ്ഥലം. ഞാനല്ലായിരുന്നു ബ്രിട്ടീഷ് രാജകുമാരിയുടെ ഗൺമാനല്ലായിരുന്നു ഞാൻ. കുമാരൻ കൂടി ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു. എന്നാലും എന്നെയായിരുന്നു വിശ്വാസം. ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഈ ബ്രിട്ടീഷ് രാജാവും രാജകുമാരിയുടെ തിരിച്ചു പോകാൻ നേരത്ത് പറഞ്ഞ എന്തുവാന്നറിയോ? മിസ്റ്റർ ദിവാകര കുറുപ്പ്, ഇത് മൊബൈലിൽ കിടപ്പുണ്ടോ? ഞാൻ നേരിട്ട് കേട്ടെ. എടാ അങ്ങനെ രാജകീയമായിട്ട് കഴിഞ്ഞ എന്നെയാണല്ലോ നീ ഒറ്റ ഒരുത്ത കാരണം പെരുവഴിയിലായത്. കടമ്പനാണ് പോകുന്നത്. മറ്റേ സ്ഥലത്തിന്റെ പേരെ ഇപ്പൊ പറഞ്ഞത്. അത് പോരുവഴി, ഇത് പെരുവഴി. നിങ്ങൾ കാരണം പെരുവിലായ മനുഷ്യനായി നിൽക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, റൂട്ട് മാറ്റി പിടിച്ചാലോ? റൂട്ട് മാറ്റി പിടിച്ചാൽ ക്ലൈമാക്സ് മാറ്റണ്ടായോ? കിട്ടിട്ട് കാര്യം ഇടുന്നത്. ഇയാളുടെ റൂട്ട് മാറ്റി പിടിച്ചാലോ? എങ്ങനെ? നമുക്ക് ഇയാളെ സെന്റി കയറി പിടിക്കാം. എന്നോ വർത്താനമാ നിങ്ങൾ ഈ പറയുന്നത്? ഉള്ള സെന്റ് എല്ലാം കൂടെ അയാൾ മക്കൾക്ക് എഴുതി കൊടുത്തു. അയാളുടെ പേരിൽ ഒരു സെന്റ് വസ്തു പോലും ഇല്ല. പിന്നെ അയാളെ 7 സെന്റ് കയറി പിടിക്കാനോ? സെന്റിമെന്റിൽ കയറി പിടിക്കാമെന്ന്. ഇയാളോട് ഇയാളുടെ സങ്കടം ചോദിക്കുമ്പോൾ നമ്മൾ അയ്യോ അയ്യോ എന്ന് മറുപടി കൊടുക്കണം. അങ്ങനെ ഏതവന് സങ്കടം പറയുമ്പോൾ അവസാനം പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്കിൽ കയറി ഞാൻ പിടിക്കും. അതേത് വാക്ക്? ഇപ്പൊ കേട്ടോ, ഈ കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് ദ്രോഹമാണ് തങ്ങളോട് കാണിച്ചതില്ലയോ? ഒന്നും പറയണ്ട ജോത്സ്യരെ. ഞാൻ എന്റെ ആവുന്ന കാലത്ത് നാടും വിട്ട് വീടും വിട്ട് മറുനാട്ടിൽ കിടന്ന് പണിയെടുത്ത എന്റെ സ്വത്തുക്കളെല്ലാം ഉണ്ടാക്കിയത്. അയ്യോ അയ്യോ അത്രയും വേണ്ട. അയ്യോ അങ്ങനെ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ എല്ലാം പഠിപ്പിച്ചു. അവരെ ഊട്ടി. ഞാൻ ഉണ്ണത്തില്ല. അവരെ ഉടുപ്പിച്ചു. ഞാൻ ഉടുക്കത്തില്ല. അയ്യോ ആ പിള്ളേരാണ് 89ാമത്തെ വയസ്സിൽ ഞാൻ ചത്തില്ല എന്നും പറഞ്ഞിട്ട് എന്നെ ഇറക്കി വിട്ടത്. അയ്യോ ഞാൻ ആരെ കുറ്റം പറയുന്നില്ല. എല്ലാം എന്റെ ജാതകദോഷം. അപ്പൊ ഇയാള് ജാതകദോഷമാണ്. അതിൽ ഇയാൾ പറഞ്ഞു കേട്ടില്ലയോ? ഞാൻ എഴുതി വെച്ചാണെന്ന് ഇയാൾ ആവത്തില്ലെന്ന് പറഞ്ഞു. ആവുന്നൊക്കെ പറഞ്ഞോണ്ട്. ചേട്ടാ നീ എഴുതി വെച്ചോണ്ടല്ലോ ഞാനിപ്പോ ഈ പരിപാടി വന്ന് നിൽക്കണ്ടേ? പിള്ളേർ ഇറക്കി വിട്ടേനെ. ഞാൻ ചാവാത്തോ? എനിക്കൊരു തെറ്റ് പറ്റിയതായിരുന്നു. എന്താ തെറ്റ്? 89 എന്നുള്ളത് 98 ആയിരുന്നു. അക്കം തിരുത്തി എഴുതിപ്പോയതാ. ക്ഷമിക്കണം. തിരുത്തി എഴുതിപ്പോയാണോ? 98ാമത്തെ വയസ്സിലെ താങ്കൾ മരിക്കത്തുള്ളൂ. ഞാൻ 98ാമത്തെ വയസ്സിലെ മരിക്കത്തുള്ളൂ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്തുവാ? 98ാമത്തെ വയസ്സിൽ ഞാൻ മരിച്ചില്ലെങ്കിൽ ഇങ്ങോട്ട് ഞാനൊരു വരവും ഞാൻ വരും. ഇതുപോലെ ചാവാൻ കൊതിയുള്ള ഒരു കളവനെ കണ്ടില്ലയോ? അല്ല, നമ്മുടെ മെയിൻ സ്ട്രൈക്ക് അതല്ലല്ലോ. പിന്നെന്തുവായിരുന്നു? ഈ 98 വയസ്സ് വരെ ഞാൻ എവിടെ ജീവിക്കും? പിള്ളേരെന്നെ ഇറക്കി വിട്ടേക്കും. അതെ, ഞാൻ ഇടപ്പള്ളിയിൽ ഡോർമെട്രി എടുത്തിട്ടുണ്ട്. എന്തിന്? ഇതുപോലെ ഞാൻ പ്രവചിച്ചിട്ട് ചാവാത്ത കുറെ ആൾക്കാർ അവിടെ കിടപ്പുണ്ട്. അവിടെ വന്ന് കിടക്കാമോ? എടാ വെള്ള ജോത്സ്യാ. അല്ല ഇടിക്കൂ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.